ഹലോ ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇ വേ ബിൽ അഥവാ ഇലക്ട്രോണിക് വേ ബിൽ. എന്താണ് ഇ വേ ബിൽ? അപ്പോൾ ഇ വേ ബില്ലിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബിസിനസ്സിൽ ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത്തരം സാഹചര്യത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് ഇ വേ ബിൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഒരു ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണോ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഗുഡ്സ് എവിടെ നിന്നാണോ വരുന്നത്, എവിടേക്കാണോ ആ ഗുഡ്സ് കൊണ്ടുപോകുന്നത്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഗുഡ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇ വേ ബില്ല്. ഇ വേ ബിൽ ഈസ് ജനറേറ്റഡ് ബൈ ദി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു കോസ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്. ആരാണോ ഗുഡ്സ് മൂവ്മെൻറ്റ് ചെയ്യിക്കുന്നത് അതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും. അതിപ്പോൾ ചിലപ്പോൾ സപ്ലയർ ആവാം, അല്ലെങ്കിൽ റിസിപ്പിയൻ്റ് ആവാം, ഇനി വേറെ ആരെങ്കിലും ആയിക്കോട്ടെ. ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി അവർ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇ വേ ബില്ല് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്? ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്. ക്ലിയർ? ആ മൂവ്മെൻറ്റ്, ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഇ വേ ബില്ല് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് ജനറേറ്റഡ് ഓൺ ദി GST പോർട്ടൽ എവിഡൻസിങ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഇ വേ ബില്ല് ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആണ്. അത് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി GST പോർട്ടലിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റാണ് ഇ വേ ബില്ല്. ഓക്കെ, ഇ വേ ബിൽ ഈസ് ടു ബി ജനറേറ്റഡ് വെൻ ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഓഫ് വാല്യൂ മോർ ദാൻ 50,000 ഇൻ റിലേഷൻ ടു സപ്ലൈ ഓർ ഫോർ എ റീസൺ അതർ ദാൻ സപ്ലൈ ഓർ ഡ്യൂ ടു ഇൻവാർഡ് സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. മൂവ്മെൻറ്റ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 മുകളിലാണെങ്കിൽ ആ ഗുഡ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഇ വേ ബില്ല് വേണോ? വേണ്ട. സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 മുകളിലാണെങ്കിൽ മാത്രമേ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 മുകളിലാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സപ്ലൈ ആവണമെന്നൊന്നും നിർബന്ധമില്ല. ഫോർ എ റീസൺ അതർ ദാൻ സപ്ലൈ, സപ്ലൈ അല്ലാത്ത വേറെ ഏതെങ്കിലും റീസണിന് വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതെന്തല്ല, സപ്ലൈ അല്ല എങ്കിൽ പോലും ഒരു ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുകയാണ്. ആ ഗുഡ്സിൻ്റെ വാല്യൂ 50,000 മുകളിലാണെന്നുണ്ടെങ്കിൽ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഓർ ഡ്യൂ ടു ഇൻവാർഡ് സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണ് സപ്ലയർ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് എങ്കിൽ, എന്ന് വെച്ചാൽ ഒരു സപ്ലയർ ഉണ്ട്, ആ സപ്ലയറിന് ഗുഡ്സ് കൊടുക്കുന്നത് ആരാണ്? ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യണം? ഈ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, എപ്പോഴാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ്? ഗുഡ്സ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആരാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്? അത് രജിസ്റ്റേർഡ് പേഴ്സൺ. അത് ചിലപ്പോൾ സപ്ലയർ ആവാം, അല്ലെങ്കിൽ റിസിപ്പിയൻ്റ് ആവാം. ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 രൂപയുടെ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? ഓക്കെ, ഇനി ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇ വേ ബില്ല് എന്നത് ഇൻ്റർ സ്റ്റേറ്റിലും ഇൻട്രാ സ്റ്റേറ്റിലും എന്തുണ്ട്? ആവശ്യമാണ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് ഗുഡ്സ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ഇ വേ ബില്ല് ആവശ്യമുണ്ട്. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് ആ സ്റ്റേറ്റിൽ തന്നെ വേറെ ഏതെങ്കിലും പ്ലേസിലേക്കാണ് ഗുഡ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഫോർ ദി പർപ്പസ് ഓഫ് ജനറേഷൻ ഓഫ് ഇ വേ ബില്ല്, ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ GST പോർട്ടലിൽ പോവുക. GST പോർട്ടലിൽ പോയിട്ട് അവിടെ ഫോം GST EWB01 പോവാം.
എന്നിട്ട് ഈ GST-EW01 ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്? ഇവിടെ ഈ ഫോം GST-EW01 രണ്ട് പാർട്ട് ഉണ്ടാകും, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ റെസിപ്പിയൻറ്റിൻ്റെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഇൻവോയ്സ് നമ്പർ ആൻഡ് ഡേറ്റ്, HSN കോഡ്, വാല്യൂ ഓഫ് ഗുഡ്സ്, പ്ലേസ് ഓഫ് ഡെലിവറി, റീസൺ ഫോർ ട്രാൻസ്പോർട്ട് ഈ പാർട്ട് എയിൽ ഫില്ല് ചെയ്യണം. പാർട്ട് ബിയിൽ വെഹിക്കിൾ നമ്പർ, ട്രാൻസ്പോർട്ട് ID, ഡേറ്റ്, ഡിസ്റ്റൻസ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ബൈ റോഡാണോ, ബൈ റെയിലാണോ, ബൈ എയർ ആണോ, ഏതാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാം അവിടെ പാർട്ട് ബിയിൽ സബ്മിറ്റ് ചെയ്യാം. പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ടറാണ്. അപ്പോൾ വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ പറയുന്നത്. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടും. വേ ബില്ല് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേ ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, നമുക്ക് ഗുഡ്സ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് വേ ബില്ല് എന്നതിപ്പോൾ ക്ലിയറായി. ഇനി വേ ബില്ലിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് വേ ബില്ല് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് വേ ബില്ലിൻ്റെ ബെനിഫിറ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താണ്? ക്വിക്ക് ആൻഡ് ഈസിലി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും അല്ലേ? പിന്നെ അതേപോലെ കൺട്രോളിങ് ടാക്സ് ഇവേഷന് കൺട്രോൾ ചെയ്യാൻ, എന്ന് വെച്ചാൽ ടാക്സ് വെട്ടിപ്പ് ഒഴിവാക്കാൻ ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട്. കാരണം ആ ഗുഡ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അത് എവിടുന്ന് എവിടേക്കാണ് പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വേ ബില്ലിൽ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഗുഡ്സിൻ്റെ കറക്റ്റ് വാല്യൂ കാണിക്കേണ്ടി വരും. അപ്പോൾ ടാക്സ് വെട്ടിപ്പ് ഒരു പരിധി വരെ വേ ബില്ല് കൊണ്ട് നിർത്തലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ വേ ബില്ല് എന്നുള്ളത് ഇൻട്രാ സ്റ്റേറ്റിനും അതേപോലെ ഇൻ്റർ സ്റ്റേറ്റിനും അപ്ലിക്കബിളാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും രണ്ട് സ്റ്റേറ്റ് തമ്മിലാണ് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്കിലും അവിടെ വേ ബില്ല് ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ചെക്ക് പോസ്റ്റിലൊക്കെ ബൗണ്ടറി ചെക്ക് പോസ്റ്റ് ഉണ്ടാവില്ലേ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഈ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടാകും അല്ലേ? എന്തൊക്കെ ഗുഡ്സാണ് അതിലുള്ളത് കാര്യങ്ങൾ അന്വേഷിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അതൊക്കെ ഒരു പരിധി വരെ എലിമിനേറ്റ് ചെയ്യാൻ വേ ബില്ലുകൊണ്ട് സാധിക്കും. കാരണം വേ ബില്ലിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും എന്തൊക്കെയാണ് ഗുഡ്സ് എവിടുന്നാണ് എവിടേക്കാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ആ എലിമിനേഷൻ ഓഫ് സ്റ്റേറ്റ് ബൗണ്ടറി ചെക്ക് പോസ്റ്റ് അത് വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബെനിഫിറ്റാണ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് വേ ബില്ല് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ സഹിതം പഠിക്കാം. എ ലിമിറ്റഡ് ആൻഡ് എക്സ് ലിമിറ്റഡ്. എ ലിമിറ്റഡ് സപ്ലയർ ആണ്, എക്സ് ലിമിറ്റഡ് റെസിപ്പിയൻ്റ് ആണ്. എ ലിമിറ്റഡ് കുറച്ച് ഗുഡ്സ് ആർക്ക് സപ്ലൈ ചെയ്യുകയാണ്? എക്സ് ലിമിറ്റഡിന് സപ്ലൈ ചെയ്യാണ് ഗുഡ്സ്. ഓക്കെ, ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എ ലിമിറ്റഡ് കേരളത്തിലാണ്, എക്സ് ലിമിറ്റഡ് ഡൽഹിയിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ടിംഗ് ഏജൻസിനെയാണ് ഏൽപ്പിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഏജൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ലിമിറ്റഡ് സപ്ലയർ ആണല്ലോ, എ ലിമിറ്റഡ് ഈ GST-EWB01 എന്ന ഫോമിൽ പോയിട്ട് പാർട്ട് എ ഫില്ല് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യുക? സപ്ലയർ ആർക്കാണ് സപ്ലൈ ചെയ്യുന്നത്? റെസിപ്പിയൻറ്റിൻ്റെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ആ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, HSN കോഡ്, ഓരോ ഗുഡ്സിനും ഓരോ കോഡുണ്ട്. പിന്നെ വാല്യൂ ഓഫ് ഗുഡ്സ്, പ്ലേസ് ഓഫ് ഡെലിവറി, പിന്നെ റീസൺ ഫോർ ട്രാൻസ്പോർട്ട്, ഇതെല്ലാം സപ്ലയർ ഫില്ല് ചെയ്യും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത് ആരാണ്? ട്രാൻസ്പോർട്ട് ഏജൻസിയാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഏജൻസി പാർട്ട് ബിയിൽ പോയിട്ട് വെഹിക്കിൾ നമ്പർ, ട്രാൻസ്പോർട്ട് ID, ഡേറ്റ്, ഡിസ്റ്റൻസ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇതൊക്കെ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേ ബില്ല് ജനറേറ്റ് ചെയ്യും. അത് GST പോർട്ടലിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഒരു 12 ഡിജിറ്റ് നമ്പർ EBN നമ്പർ കിട്ടും. ഈ 12 ഡിജിറ്റ് EBN നമ്പർ അത് ട്രാൻസ്പോർട്ട് ഏജൻസിക്കും അതേപോലെ സപ്ലയറിനും അഥവാ എ ലിമിറ്റഡിനും റെസിപ്പിയൻറ്റ് എക്സ് ലിമിറ്റഡിനും അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വേ ബില്ലിൻ്റെ മെക്കാനിസം.
ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിഗ്രി ലെവൽക്ക് ഇ-വേ ബില്ലിനെ പറ്റിയിട്ട് ഇത്ര പഠിച്ചാൽ മതി. പിന്നെ CMA CS അങ്ങനെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് മാത്രം പോരാ, ഇ-വേ ബില്ലിൻ്റെ റൂളും കൂടിയും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇ-വേ ബില്ലിൻ്റെ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്, ദാറ്റ് ഈസ് ഡെലിവറി ചലാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.